നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കാര്യം കുറഞ്ഞത് സന്തോഷം നിറഞ്ഞവരെങ്കിലും ആയിരിക്കുക എന്നതാണ്. നിങ്ങൾക്കു ജീവിതത്തിൽ അസന്തുഷ്ടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ മറ്റാരെയും അത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുത്താതിരിക്കാനും മാത്രം വിവേകം നിങ്ങൾക്കുണ്ടാകണം. സമ്പത്ത് ക്ഷേമമായി മാറണമെങ്കിൽ നിങ്ങളിൽ ആത്മീയതയുടെ ഒരംശമുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നിങ്ങളുടെ വിജയം നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. സംശയം ബുദ്ധിപരമല്ല. വാസ്തവത്തിൽ ബുദ്ധിശക്തിയുടെ നില താഴുമ്പോൾ ആളുകൾ കൂടുതൽ സംശയാലുക്കളാകുന്നു. നിങ്ങളതിനെ കുറ്റബോധമെന്നോ ഭീതിയെന്നോ ദേഷ്യമെന്നോ അല്ലെങ്കിൽ വെറുപ്പെന്നോ എന്ത് വിളിച്ചാലും അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നാണ്. ഈ ലോകത്ത് സംഭവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കണം. പുതിയതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ സാഹചര്യങ്ങൾ സാധ്യതകളാണ്, പ്രശ്നങ്ങളല്ല. പുതിയതായി ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ലെങ്കിലാണ് അതൊരു പ്രശ്നമാകുന്നത്. ഭൂതകാലത്തിൽ നിങ്ങൾ സമാഹരിച്ച കർമ്മം ഏതു തരത്തിലുള്ളതായിരുന്നാലും ഈ നിമിഷത്തിലെ കർമ്മം എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകും തോറും നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതിന്മേലും വലിയൊരളവ് വരെ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നതിന്മേലും നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം കൈവരുന്നു. നിങ്ങൾ ഒരു ഗുരുവിനെ തേടി പോകേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിലെ അജ്ഞതയുടെ വേദന ഒരു നിലവിളിയായി മാറുമ്പോൾ ഒരു ഗുരു നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഒരു ഉറച്ച മാനസികാവസ്ഥയുടെ ആവശ്യമില്ല. മുൻകൂട്ടി ഉറപ്പിച്ചു വയ്ക്കാത്ത വഴങ്ങുന്ന ഒരു ബുദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഭക്തി കർമ്മത്തെ നശിപ്പിക്കുകയും മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബോധപൂർവമായ പ്രവൃത്തി കർമ്മം സൃഷ്ടിക്കുന്നില്ല, അബോധ പ്രതികരണങ്ങളാണ് സൃഷ്ടിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിൻ്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കും. കർമ്മം എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സൃഷ്ടിയാണ് എന്നർത്ഥം. കാർമ്മിക സംഭരണം ഒരു ഊർജമോ ഭാരമോ ആകാം. അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. കർമ്മത്തിൻ്റെ പഴയ പാളികൾ നിങ്ങളോട് ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കാർമ്മികമായ പശയുടെ പുതിയ പാളികൾ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ്.